ഇപ്പം ഞാൻ പറയുന്നതിനെ വ്യക്തിപരമായിട്ട് എടുക്കരുത്. അങ്ങയുടെ അമ്മയോ സഹോദരിയോ ഭാര്യയോ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു 4-5 പുരുഷന്മാർ ഒരു 12:30 ആകുമ്പോൾ വന്ന് മുട്ടിയിട്ട് ഞങ്ങൾ പോലീസ് തുറക്കണം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഭാര്യയോ മാതാവോ സഹോദരിയോ, വ്യക്തിപരമായി എടുക്കരുത്, അങ്ങയുടെ ഭാര്യയോ മാതാവോ സഹോദരിയോ എങ്ങനെ പ്രതികരിക്കണം എന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? പിന്നല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനെ ആക്ഷേപം അംഗീകരിക്കുന്നുണ്ടോ? അതെന്തൊരു തോന്നിവാസമാണ് പറയുന്നത്. ആ പറയുന്നത് എന്തൊരു തോന്നിവാസമാണെന്ന് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയാണെങ്കിൽ അവരൊറ്റയ്ക്കാണ് എങ്കിൽ അവരെങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? അവരെന്താ സ്വാഭാവികമായിട്ട് പറയേണ്ടത്? സ്വാഭാവികമായിട്ട് അവർ സംഘടനാ പ്രവർത്തനത്തിന് പാരമ്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പാതിരാത്രിയാകുമ്പോൾ ഈ എന്നും പറഞ്ഞ് പുരുഷന്മാർക്ക് വാതിൽ തുറന്നു കൊടുക്കാൻ പാടുണ്ട്. അപ്പോൾ അവരെന്താ പറയേണ്ടത്? അവർ പറയേണ്ടത് നിങ്ങളൊരു വനിതാ പോലീസിനെ കൂട്ടിയിട്ട് വരൂ അല്ലേ? അങ്ങനെയല്ലേ പറയേണ്ടത്? അങ്ങനെയാണ് അവർ പറഞ്ഞത്. വനിതാ പോലീസിനെ കൂട്ടിയിട്ട് വരുന്നവരെ അവർ ഈ മുറിയും പൂട്ടിയിട്ട് വേറെ ദുബായിലൊന്നും പോയില്ലല്ലോ. നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം മുറിയുടെ വാതിക്കൽ തന്നെ നിൽക്കുകയല്ലേ? അല്ല, ഞാൻ പറയട്ടെ, ചോദ്യം പ്ലേസ് ചെയ്തല്ലേ, ഇനി പറഞ്ഞ മറുപടി. അപ്പോൾ അവർ ആ മുറിയിലത്തെ വാതിക്കൽ തന്നെ നിന്നു. നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം ഈ മുറിക്കകത്തിന് എന്തെങ്കിലും ഉണ്ടോ, ഇനി മാറ്റിക്കളയുമോ എന്നുള്ള കൗതുകത്തിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ ആ മുറിയുടെ വാതിക്കൽ തന്നെ നിന്നു. അതിനുശേഷം വനിതാ പോലീസ് വന്നു, തുറന്നു കൊടുത്തു, മുറി മുഴുവൻ പരിശോധിച്ചു, ഒന്നുമില്ല എന്ന് കണ്ടെത്തി പോയി അല്ലേ? അപ്പോൾ ഇനിയും ചോദ്യങ്ങൾ, സത്യം പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ചോദിക്കേണ്ടത് എന്നോടല്ല, ഇന്നെങ്കിലും നിങ്ങൾ എന്നോടൊരു മര്യാദ കാണിക്കേണ്ടുന്ന ദിവസമാണ്, എന്നോട് ഇന്ന് ഐക്യപ്പെടേണ്ടുന്ന ദിവസമാണ്. അടിസ്ഥാനരഹിതമായ ആരോപണം എനിക്കെതിരെ എൻ്റെ പ്രസ്ഥാനത്തിനെതിരെ ഉന്നയിച്ചിട്ട് നിങ്ങൾ നിരന്തരമായ ചോദ്യം അവരോടാണ് ചോദിക്കേണ്ടത്. ഞാൻ ആ മുറിക്കകത്തുണ്ടെന്ന് BJPയുടെ സ്ഥാനാർത്ഥി പറഞ്ഞില്ലേ? ഞാൻ ആ മുറിക്കകത്തുണ്ടായിരുന്നു. ഞാൻ ആ മുറിക്കകത്ത് പെട്ടിയുമായിട്ടിരിക്കുകയാണെന്ന് BJPയുടെ സ്ഥാനാർത്ഥി പറഞ്ഞു. ജനം TV ആയതുകൊണ്ട് അങ്ങോട്ട് തന്നെ ചോദിക്കുന്നത്. യുവമോർച്ചയുടെ അധ്യക്ഷൻ പറഞ്ഞു എന്നെ ആ മുറിയിൽ നിന്ന് ഇറക്കി വിടാൻ പറഞ്ഞു. കോഴിക്കോട് ഇരിക്കുന്ന ഞാനെങ്ങനെ ആ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത്? അങ്ങ് ചോദിക്കണ്ടേ? അങ്ങ് ചോദിക്കണം. ഇത് ചോദിക്കുമോ?